കാട്ടിൽ അമ്മക്കുറുക്കനും കുട്ടിക്കുറുക്കനും താമസിക്കുന്നുണ്ടായിരുന്നു. കുട്ടിക്കുറുക്കൻ മഹാവികൃതിയാണ്. അമ്മ പലപ്പോഴും അവനെ ഉപദേശിക്കും. തൽക്കാലം തടി രക്ഷപ്പെടാൻ എന്തെങ്കിലും സൂത്രം പറയുമെന്നല്ലാതെ കുറുക്കൻ അമ്മ പറയുന്നത് അനുസരിക്കാറേയില്ല. അവന് തന്നിഷ്ടം കാണിക്കൽ മാത്രമല്ല, ഒത്തിരി അഹങ്കാരവുമുണ്ട്. അഹങ്കാരം വാലിനെ കുറിച്ചാണ്. തനിക്കുള്ളതുപോലെ ഭംഗിയുള്ള വാല് മറ്റാർക്കുമില്ലെന്നാണ് അവന്റെ വിചാരം. കാട് കണ്ടു നടക്കുന്ന അവനോട് അമ്മ പറയാറുണ്ട്, കാട്ടിലെ കറക്കമൊക്കെ കൊള്ളാം, അപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട്, അവിടേക്ക് മാത്രം പോകരുത്. അപ്പോ കുട്ടിക്കുറുക്കനൊരു ആശ, എങ്ങനെയായിരിക്കും നാട്, അതൊന്ന് കാണണം. അവൻ ഗ്രാമം തേടി ഒറ്റ കുതിപ്പ്. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ മുള്ളുവേലിയുണ്ട്. അവൻ ഒന്ന് പിന്നാക്കം വലിഞ്ഞ് ആഞ്ഞു ചാടി. മുള്ളുവേലി കടന്നു. അവിടെ നിന്നും കണ്ട വഴി നടക്കാനൊരുങ്ങുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ശബ്ദം അടുത്തു വരുന്നത് കേട്ടു. ഭയന്ന കുറുക്കൻ പിന്തിരിഞ്ഞോടി. പഴയതുപോലെ പക്ഷെ ചാടാൻ പറ്റിയില്ല. അവൻ വെപ്രാളത്തോടെ മുള്ളുവേലിക്കിടയിലൂടെ ഊർന്ന് കടന്നു. വല്ല വിവേനയും തലയും ഉടലും പുറത്തായി. പക്ഷേ അവന്റെ ഭംഗിയുള്ള വാല് മുള്ളുവേലിയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും വാല് വരുന്നില്ല. ജനക്കൂട്ടം അടുത്തെത്തുന്ന ശബ്ദം കേട്ടു. പിന്നെ കുട്ടിക്കുറുക്കൻ ഒന്നും ഓർമ്മിച്ചില്ല. ആഞ്ഞു വലിച്ചു. അവന്റെ വാല് പൊട്ടി. പിന്നെ പുഴയുടെ അരികിലെത്തി അവൻ നിഴലിൽ നോക്കി. മുറിഞ്ഞ വാല് കണ്ട് അവൻ കരഞ്ഞു. മുറിഞ്ഞ വാലിൽ നിന്ന് ചോരയിട്ട് പുഴയിൽ വീണു. പുഴ കലങ്ങി, അവന്റെ മനസ്സും കലങ്ങി. അമ്മ പറഞ്ഞത് ഞാൻ അനുസരിക്കണമായിരുന്നു. പശ്ചാത്താപത്തോടെ അവൻ ഓർത്തു.